Hate it when my doubts and my fears swell up like the ocean. It feels like I could drown in my tears. Everything's overflowing. Scared that I won't get it right, get it right. My nerves are working overtime. ഇത് വെറുതെ ഒരു മധുരം മാത്രമല്ല, ഇതിനകത്ത് നല്ല ഒന്നാന്തരം ഒരു വെപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് മധുരം വെപ്പ് ആയത്. രവീട്ടനൊക്കെ ഗംഭീര ഒരു ക്യാരക്ടർ ഈ പടത്തിനകത്ത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഈ ചിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് സന്തോഷമുണ്ട്. നല്ല മധുരമുള്ളതായി മാറട്ടെ എന്ന് ഹൃദയത്തോടെ ആശംസിക്കുന്നു. ഈ യാത്രയിൽ എന്നെയും കൂടെ ചേർത്ത് ഒരുപാട് സന്തോഷം. മധുരത്തേക്കൊന്ന് ഒക്കെ പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ രണ്ട് അർത്ഥങ്ങളുണ്ട്. മധുരത്തോടെ വേണമെങ്കിൽ വെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാറ വെക്കുന്നതും ആവാം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ടൈറ്റിൽ ഭയങ്കര ഒരു സസ്പെൻസ് നടന്നതുകൂടിയാണ്. അപ്പം അവരുടെ പ്രതീക്ഷകൾക്ക് മേലെ ഈ സിനിമ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ലിബിയ എൻ്റെ പ്രൊഡ്യൂസറും കൂടെ ആകുന്നു എന്ന് പറയുന്നത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഈ നിമിഷം മുതൽ ഉണ്ടാവണം. സന്തോഷേട്ടൻ ആക്ടേഴ്സ് ഫാക്ടറി പ്രൊഡക്ഷൻസിന്റെ ഫസ്റ്റ് സിനിമയാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ ടീമിനും ഒരുപാട് നന്ദി. എല്ലാവരും നല്ലൊരു ക്ലാപ്പ്. ഏതൊരു ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും അതിന്റെ മുന്നണിയിലും പിന്നണിയിലും ഒരുപാട് നല്ല ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് സിനിമകൾ ചെയ്യുന്നത്. സംവിധാനം ചെയ്യുക എന്നുള്ളൊരു വലിയ ആഗ്രഹം കൊണ്ടാണ് ഞാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. എൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ 2 പേരെ ആഗ്രഹിച്ച് കണ്ട് ഒരുമിച്ച് കിട്ടിയ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. സിബി മലയിൽ സാറും കമൽ സാറും 2 പേരും കൂടെ IFFKയിൽ ഒരുമിച്ച്. അപ്പൊ അങ്ങനെ ഈ സ്വപ്നങ്ങളുടെ കൂടെ യാത്ര ചെയ്ത് ഇപ്പോൾ ഞങ്ങളൊരു സിനിമ ചെയ്തായിരുന്നു, പൈറേറ്റ്സ് ഓഫ് ഇടുക്കി. ഇടുക്കിയിലെ തന്നെ ഒരുപാട് കലാകാരന്മാരും കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള പുതുമുഖങ്ങളും അഭിനയിച്ച ഒരു സിനിമയാണ് ഇടുക്കിയിലെ കടൽ കൊള്ളക്കാർ. സന്തോഷിക്കായി ആദ്യം സിനിമ എഴുതി കൂടോത്രം നല്ല വിജയത്തോടു കൂടി ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ സിനിമ സംവിധാനം ചെയ്തു, തിരക്കഥ ചെയ്തു. മൂന്നാമത്തെ സിനിമ മധുരം വെപ്പ് മൂന്നാമത്തെ സിനിമയാണ്. നല്ല മധുരമുള്ളതായി മാറട്ടെ എന്ന് ഹൃദയത്തോടെ ആശംസിക്കുന്നു. ഈ യാത്രയിൽ എന്നെയും കൂടെ ചേർത്ത് ഒരുപാട് സന്തോഷം. നല്ല കഴിവുള്ള ഒരു കലാകാരനാണ്. ഇടുക്കിയുടെ സുഗന്ധങ്ങളൊക്കെ ഒരു മലഞ്ചരക്കിന്റെ ഗന്ധമൊക്കെ ഇതിനകത്ത് കാണും. മധുരത്തോടെയുള്ള വെപ്പാണോ അതോ മധുരം വെപ്പാണോ എന്ന് നമുക്ക് നോക്കിയിട്ട് കാണാം. എല്ലാ പ്രതീക്ഷകളോടും കൂടി മധുരം വെപ്പ് നല്ല ഭംഗിയായിട്ട് തുടക്കക്കാരുടെ വലിയൊരു സ്വപ്നമാണ് സിനിമയില്. ഞാനും ഒരു തുടക്കക്കാരി തന്നെയാണ്. അപ്പൊ എനിക്കറിയാം അതിൻ്റെത്. അപ്പൊ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഇതിലുണ്ട്. എല്ലാം ഇതൊരു നല്ല തുടക്കമാവട്ടെ, ഇതൊരു സൂപ്പർ ഹിറ്റ് പടം ആവട്ടെ. ഒരുപാട് വലിയ ഡയറക്ടേഴ്സും എല്ലാവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ മുന്നിൽ നിന്ന് വന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ, ഈ പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കൂടോത്രത്തിന് ശേഷം ഒരു ലീഡ് റോൾ ചെയ്യുന്ന സിനിമയാണ് മധുരം വെപ്പ്. എന്നെ സംബന്ധിച്ച് മധുരം പോലെ പ്രിയപ്പെട്ടതാണ്. കാരണം എൻ്റെ കൂടോത്രത്തിൻ്റെ റൈറ്റർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ആക്ടേഴ്സ് ഫാക്ടറി എന്നുള്ള 60 പേര് ചേർന്ന് ലിബിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ഇതൊരു കല്യാണ വീട്ടിൽ നടക്കുന്ന ആഘോഷത്തിനിടയിൽ നടക്കുന്ന ചെറുതല്ല ഇച്ചിരി വലിയ ഒരു കുറച്ച് സംഭവങ്ങൾ. വെറും ഒരു കല്യാണത്തിനിടയിൽ നടക്കുന്ന ആഘോഷം മാത്രമല്ല, ആ മധുരം വെപ്പ് എന്ന് പറയുന്ന ആ ടൈറ്റിൽ തന്നെയുണ്ട് മധുരം വെപ്പ്. അത് നിങ്ങളെല്ലാം സ്ക്രീനിൽ വരുമ്പം തിയേറ്ററിൽ വരുമ്പം കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരിക്കും ഒരു നല്ല സിനിമ ഒരു കല്യാണ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരു കഥ അങ്ങനെ രൂപാന്തരപ്പെടുകയും അങ്ങനെ ഉണ്ടാകുകയും ചെയ്തൊരു സിനിമയാണ്.